اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. عباد الله، أوصيكم ونفسي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الرسل كلوا من الطيبات واعملوا صالحا إني بما تعملون عليم. وإن هذه أمتكم أمة واحدة وأنا ربكم فاتقون. فتقطعوا أمرهم بينهم زبرا كل حزب بما لديهم فرحون. الله أكبر 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 الله أكبر. لا إله إلا الله والله أكبر. الله أكبر ولله الحمد. ആദരണീയരായ മുഅ്മിനുകളെ, മുഅ്മിനത്തുകളെ, അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം വിശുദ്ധമായ റമദാൻ അതിൻ്റെ 29 ദിവസങ്ങൾ നമുക്ക് നൽകി നമ്മുടെ ജീവിതത്തെ അള്ളാഹുവിൻ്റെ മുന്നിൽ ശുദ്ധമായ നിലയിൽ തുറന്നു വെക്കാൻ ഒരിക്കൽ കൂടി അവൻ നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. ഈ ദിവസം ഫിത്റിൻ്റെ ദിനമാണ്. അഥവാ ഒരു മാസം തുടർച്ചയായി സാധാരണ ജീവിത ബോധങ്ങളിൽ നിന്ന് മാറി അള്ളാഹു എന്ന പരമപ്രധാനമായ നമ്മുടെ ലക്ഷ്യത്തിൻ്റെ അതല്ലാത്ത മറ്റൊന്നും ഈ ദുനിയാവിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമല്ല എന്ന ബോധ്യത്തിൽ ജീവിച്ചു പോന്ന ജീവിതത്തിന് ഒരു താൽക്കാലിക വിരാമമാണ്, ഫിത്ർ ആണ്, ഇഫ്താർ ആണ് ഇന്ന്. ഇന്നലെ നാം അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ചതുപോലെ ഇന്നത്തെ പകലിൽ അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കൽ നിഷിദ്ധമാക്കിക്കൊണ്ട് ആ ഒരു ഉന്നതമായ ജീവിത ബോധ്യത്തെ നിലനിർത്തി നിങ്ങൾ ദുനിയാവിലേക്ക് ഇറങ്ങി വരണമെന്ന് അല്ലാഹു ഇന്ന് നിശ്ചയിച്ചിരിക്കുകയാണ്. ആത്മീയമായ നമ്മുടെ ഔന്നത്യത്തെ സംബന്ധിച്ചുള്ള എല്ലാവിധ തെറ്റിദ്ധാരണകളെയും മാറ്റിവെച്ചുകൊണ്ടാണ് ഇസ്ലാം 2 പെരുന്നാളുകൾ നിശ്ചയിച്ചിട്ടുള്ളത്. ഒരിക്കലും തന്നെ മനുഷ്യന്റെ സാധാരണമായ ജീവിതാനുഭവങ്ങളിൽ നിന്ന് എന്നേക്കുമായി വിട പറഞ്ഞു പോകുന്ന ഒരവസ്ഥയുടെ പേരല്ല ആത്മീയത എന്നത്. മനുഷ്യന്റെ ആത്മാവിനെ ശുദ്ധമാക്കുക എന്നത് അവൻ്റെ ജീവിതത്തെ അള്ളാഹുവിൻ്റെ മുന്നിൽ വളരെ സംശുദ്ധമായി, നിഷ്കളങ്കമായി, നിഷ്കപടമായി സമർപ്പിക്കാൻ അനിവാര്യമാണ് എന്നിരിക്കെ തന്നെ
അതിൻ്റെ ആചാര നടപടിക്രമങ്ങളിൽ മനുഷ്യന്റെ ജീവിതത്തെ തഖ്വയുള്ളതാക്കാൻ, ശുദ്ധിയുള്ളതാക്കാൻ, നിഷ്കളങ്കമാക്കാൻ സഹായകമായ രീതിയിൽ അള്ളാഹു സംവിധാനിച്ചു തന്നിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങളുടെ കൂടെ തന്നെ സഞ്ചരിച്ചുകൊണ്ട് മനുഷ്യന്റെ എല്ലാ ജൈവഭാവങ്ങളെയും മറന്നു കളയാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. അതിനൊരു ഫിത്ർ നിർബന്ധമാണ്, അതിനൊരു വിരാമം നിർബന്ധമാണ്. ആ വിരാമം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ കേവലമായ അതിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾ ഇല്ലാതെ തന്നെ അള്ളാഹു എന്ന പരമലക്ഷ്യത്തെ നമ്മുടെ ബോധ്യത്തിൽ നിന്ന് മായാതെ മറക്കാതെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളുമായും, കച്ചവടം, കൃഷി, സേവന സന്ദർഭങ്ങൾ, നമ്മുടെ കുടുംബജീവിതം, സാമ്പത്തികമായ വിനിമയങ്ങൾ, നാട്ടിലെ മറ്റ് സാഹചര്യങ്ങൾ എന്തുമായി ബന്ധപ്പെടുകയാണെങ്കിലും ഈ ആചാരാനുഷ്ഠാനങ്ങളിലൂടെ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നാം നിറച്ചു വെച്ചിട്ടുള്ള അള്ളാഹു എന്ന പ്രകാശത്തിൻ്റെ പ്രകാശനങ്ങൾ മാത്രമാണ് പിന്നീട് അങ്ങോട്ട് സംഭവിക്കേണ്ടത് എന്നതിലാണ് നമ്മുടെ ആത്മബോധം, നമ്മുടെ ആത്മജ്ഞാനം എത്രമാത്രം ശുദ്ധമായിരിക്കുന്നു എന്ന് തെളിയിക്കപ്പെടാനുള്ളത്. അതല്ലാതെ നമസ്കാരമാണെങ്കിൽ നമസ്കാരം തന്നെ, നോമ്പാണെങ്കിൽ നോമ്പ് തന്നെ, ഖുർആൻ പാരായണമാണെങ്കിൽ ഖുർആൻ പാരായണം തന്നെ, അவ்விധത്തിൽ ആചാരങ്ങളിൽ മാത്രം കെട്ടിപ്പൂട്ടി നിൽക്കുന്ന ഒരാത്മീയതയെ വിശുദ്ധ ഖുർആനോ അള്ളാഹുവിന്റെ പ്രവാചകനോ ആ റസൂലുള്ളാഹിക്ക് മുമ്പ് വന്ന ഏതെങ്കിലും പ്രവാചക ഗുരുക്കളോ മനുഷ്യ സമൂഹത്തെ പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് നമുക്കിന്ന് ഫിത്റാണ്. അൽഹംദുലില്ലാഹ്. ഈ ഫിത്റിന്, ഈ വിരാമത്തിന് അനുവാദം നൽകിയ അള്ളാഹു എത്ര മഹാനാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. മനുഷ്യന്റെ എല്ലാ ദൗർബല്യങ്ങളെയും അവന്റെ സൃഷ്ടിപ്പിൽ അവനൊരു സൃഷ്ടിയാണ് എന്നത് തന്നെ ഏറ്റവും വലിയ ദൗർബല്യമാണല്ലോ. സുബ്ഹാനല്ലാഹി അമ്മാ യസിഫൂൻ. നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ള എന്തെല്ലാം പോരായ്മകളുണ്ടോ അതിൽ നിന്നെല്ലാം പരിശുദ്ധമായി നിൽക്കാൻ, അന്യൂനമായി നിൽക്കാൻ ഖാലിഖായ റബ്ബിന് മാത്രമല്ലേ സാധ്യമാകൂ. സൃഷ്ടി എന്നത് തന്നെയാണ് നമ്മുടെ ആദ്യത്തെ ദൗർബല്യവും നമ്മുടെ ഏറ്റവും വലിയ ശ്രേഷ്ഠതയും അത് തന്നെയാണ്. അള്ളാഹുവിന്റെ സൃഷ്ടിയായി നമുക്ക് ഈ ഭൂമിയിൽ ഒരിടം ലഭിച്ചു എന്നതാണ് അള്ളാഹുവിന്റെ മുന്നിൽ നമുക്കുള്ള മഹത്വം. ഈ സൃഷ്ടി വർഗങ്ങളിൽ ഏറ്റവും ആദരണീയമായ കോലത്തിൽ വലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, ഏറ്റവും സുന്ദരമായ ഘടനയിൽ അവൻ നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നു എന്നത് രണ്ടാമത്തെ ഒരു മഹത്വമാണ്. വലഖദ് കറംനാ ബനി ആദമ, ആദമിന്റെ സന്തതികളാക്കിക്കൊണ്ട് നമുക്ക് അല്ലാഹു പ്രത്യേകമായ ആദരവ് നൽകിയിരിക്കുന്നു എന്നത് മൂന്നാമത്തെ അനുഗ്രഹമാണ്. അതിനേക്കാൾ ഉപരി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്മുറക്കാരും പിന്തുടർച്ചക്കാരുമാക്കിക്കൊണ്ട് ജീവിതം ഈ ലോകത്തിന് തന്നെ മാതൃകയാക്കാൻ കഴിയും വിധം, അള്ളാഹുവിന് മലക്കുകളുടെ മുമ്പിൽ അഹങ്കരിക്കാൻ സാധ്യമാകും വിധം അത്യുന്നതമായ അവസ്ഥയിൽ വിധാനിക്കാൻ സാധ്യമാകുന്ന മുഹമ്മദീയ ശരീഅത്തിൽ നമ്മെ നിലനിർത്തുന്നു എന്നത് അതിനേക്കാൾ വലിയ അനുഗ്രഹം. അൽഹംദുലില്ലാഹ്. ഇതെല്ലാം ചെയ്തു തന്ന അള്ളാഹുവിനെ മഹത്വപ്പെടുത്താനുള്ളതാണ് ഈ ദിവസം. അല്ലാഹു അക്ബർ എന്ന തക്ബീർ ധാരാളമായി നമ്മുടെ ഉള്ളിൽ നിന്ന് വന്നുകൊണ്ടേയിരിക്കണം. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ജീവിതം മുഴുക്കയും അള്ളാഹുവിന്റെ ആ മഹത്വത്തെ നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് ചുറ്റിലും പ്രകാശിപ്പിക്കുവാനുള്ള സന്ദർഭങ്ങളാണ്. നമുക്കറിയാം, അന്നപാനീയങ്ങളിൽ നിന്ന് മാറി നിന്നു എന്നതാണ് ഈ കഴിഞ്ഞ 29 ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച വലിയൊരു പ്രത്യേകത. അന്നപാനീയങ്ങളിൽ നിന്ന് മാറി നിന്നു എന്നത് എന്തൊരു ബോധമാണ് ഈ അന്നപാനീയങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുക വഴി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ ഒരുക്കിയിട്ടുള്ളത് എന്നാണ് നാം തിരിച്ചറിയേണ്ടത്. ഒരിക്കലും തന്നെ നമ്മെ പട്ടിണിക്കിടുക എന്നത് അള്ളാഹുവിന്റെ ഉദ്ദേശത്തിൽപ്പെട്ടതല്ല. നോമ്പിന്റെ നിയമങ്ങളെ കണ്ടാൽ തന്നെ അതിന് ആ നിയമങ്ങളുടെ കാർക്കശ്യത്തോടൊപ്പം നൽകപ്പെട്ടിട്ടുള്ള ഇളവുകളെ പരിശോധിച്ചാൽ തന്നെ അള്ളാഹുവിന്റെ ഉദ്ദേശം നമ്മൾ പട്ടിണി കിടക്കലല്ല എന്ന് നമുക്ക് മനസ്സിലാകും.
നേരെ മറിച്ച് പ്രവാചകന്മാരിലൂടെ, 1,00,000-ലധികം പ്രവാചകന്മാരിലൂടെ ഈ മനുഷ്യൻ ഏറ്റവും ഉന്നതമായ ജീവിതാവസ്ഥകളെ പ്രാപിക്കുന്നതിന് വേണ്ടി അവന്റെ ചില സന്ദർഭങ്ങളെ അള്ളാഹു ചോദിക്കുകയാണ്. അള്ളാഹുവിനോട് ചേർന്ന് നിന്നുകൊണ്ട് നമസ്കാരത്തിലൂടെയും നോമ്പിലൂടെയും സാമ്പത്തികമായ ബാധ്യതകളിലൂടെയും ചെലവഴിക്കലുകളിലൂടെയും ഒക്കെ അള്ളാഹുവുമായി ചേർന്ന് നിന്നുകൊണ്ട് മനുഷ്യനെന്ന മഹത്വത്തെ ആർജിക്കുവാൻ അവനെ സഹായിക്കുന്നതിന് വേണ്ടി 1,00,000-ലധികം പ്രവാചകന്മാരെ, അംബിയായിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചയച്ചു. അതിന്റെ പരിസമാപ്തിയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും നിയോഗിച്ചു. ആരും തന്നെ ആദം അലൈഹിസ്സലാം മുതൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വരെ നാം പരിശോധിച്ചു നോക്കിയാൽ ഇതിനിടയിൽ ആരെങ്കിലും ഒരാൾ അതുവരെ നിയോഗിക്കപ്പെട്ട ഏതെങ്കിലും ഒരു പ്രവാചകനെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് അദ്ദേഹം നിവർത്തിച്ചു പോന്ന, അദ്ദേഹത്തിലൂടെ അള്ളാഹു കൊണ്ടുവന്നു തന്ന ഒരു സംഗതിയിൽ നിന്ന് ഭിന്നമായ ഒന്ന് ഞാനിതാ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടില്ല. ഇതൊരു തുടർച്ച മാത്രമായിരുന്നു. അതൊരു തുടർച്ച മാത്രമായിരുന്നു. ആ തുടർച്ചയിൽ കാലങ്ങൾ കഴിഞ്ഞുപോയി, ദേശങ്ങൾ കഴിഞ്ഞുപോയി. മനുഷ്യൻ അവന്റെ പ്രയാണം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ പ്രവാചക ഗുരുക്കന്മാരിൽ പലരെയും പിൻപറ്റുന്ന ജനവിഭാഗങ്ങളായി കൊണ്ട് മനുഷ്യരെ ഇന്ന് നമുക്ക് കാണാം. എന്നാൽ എന്താണ് ഈ വൈവിധ്യങ്ങളുടെയും വൈജാത്യങ്ങളുടെയും ഇടയിൽ മനുഷ്യൻ എന്ന് പറയുന്ന സൃഷ്ടിയുടെ മഹത്വം? മനുഷ്യൻ എന്ന് പറയുന്നത് പല ജാതിയാണെന്ന് വരുത്തി തീർക്കാൻ, അതല്ലെങ്കിൽ അങ്ങനെയേ മനുഷ്യന് സാധ്യമാകൂ എന്ന് അരക്കിട്ടുറപ്പിക്കാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ലോകം. കേട്ടാൽ വളരെ സത്യസന്ധമായ നിലപാടെന്ന് നമുക്ക് തന്നെ തോന്നിപ്പോകുന്ന വിധം വ്യത്യസ്തമായ മതവിഭാഗങ്ങളും മതവിഭാഗങ്ങളിൽ തന്നെ ഉപവിഭാഗങ്ങളുമായിക്കൊണ്ട് അള്ളാഹുവിനെ, ഈ പ്രപഞ്ചത്തിന്റെ പരാശക്തിയെ ആശ്രയിച്ച് ജീവിക്കുന്നു എന്ന പേരിൽ വ്യത്യസ്തമായ കോലങ്ങൾ, വ്യത്യസ്തമായ ഭാവങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. എവിടെയാണ് മനുഷ്യൻ എന്ന പരിഗണനയിൽ നമ്മൾ ഒന്നാകുന്നത് എന്ന് ആലോചിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുഅ്മിനൂൻ ഇന്നത്തെ ഈ പെരുന്നാളിന്റെ സന്ദേശമായി നാം മനസ്സിൽ കുത്തിവെക്കാൻ ആഗ്രഹിക്കുന്നത് ഉലൈക ഹുമുൽ വാരിസൂൻ അല്ലദീന യരിസൂനൽ ഫിർദൗസ് എന്ന ആയത്താണ്. അത് ഈ പെരുന്നാളിന്റെ സന്ദേശമായി അടുത്ത പെരുന്നാൾ വരെ, അടുത്ത റമളാൻ വരെ നാം അതിനെ പുലർത്തേണ്ടതുണ്ട്. ഉലൈക ഹുമുൽ വാരിസൂൻ അല്ലദീന യരിസൂനൽ ഫിർദൗസ്. ഫിർദൗസിന്റെ അനന്തരാവകാശികളാകാൻ തീരുമാനിച്ചവരാണ് നമ്മൾ. ഈ കഴിഞ്ഞ 29 ദിനങ്ങളിൽ നരകത്തിന്റെ എല്ലാ വാതിലുകളും കൊട്ടിയടച്ച് സ്വർഗീയമായ കവാടങ്ങളിലൂടെ നമ്മെ ആനയിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല റമളാനിൽ നിന്ന് നമ്മളെ പുറത്താക്കിയിരിക്കുകയാണ്. ഇനി നമ്മുടെ തീരുമാനം എന്താണ്? നാം എവിടെ നിന്ന് പുറത്താക്കപ്പെട്ടുവോ ആ സ്വർഗീയമായ കവാടങ്ങൾ ഒരിക്കലും ഇനി നമ്മുടെ മുന്നിൽ അടക്കപ്പെടില്ലെന്ന നിർബന്ധ ബുദ്ധിയ ആ സ്വർഗീയ സന്ദർഭങ്ങളെ അനന്തരമെടുക്കാൻ നാം പ്രതിജ്ഞാബദ്ധരാണ് എന്ന് പറയേണ്ട ദിവസമാണിന്ന്. ഉലൈക ഹുമുൽ വാരിസൂൻ, അവരാണ് അനന്തരമെടുക്കുന്നവർ. അല്ലദീന യരിസൂനൽ ഫിർദൗസ്, ഫിർദൗസിനെ അനന്തരമെടുക്കുന്ന ആളുകൾ. ഈ സൂറത്തുൽ മുഅ്മിനൂനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു രംഗം നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. നാം ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ മനുഷ്യരുടെ വ്യത്യസ്തമായ മതബോധങ്ങളും ജീവിത ദർശനങ്ങളും ഒക്കെ കണ്ടാൽ പരസ്പരം യാതൊരു ബന്ധവുമില്ലാത്ത മാതിരിയാണ്. ഒന്നൊന്നിനുമേൽ ആധിപത്യം സ്ഥാപിക്കുവാനുള്ള രാഷ്ട്രീയമായ ബോധ്യത്തോടെ, ചൂഷണപരമായ ബോധ്യത്തോടെയാണ് മനുഷ്യൻ പല വർഗങ്ങളായി, മതത്തിന്റെ പേരിലാണെങ്കിലും ജീവിത ദർശനങ്ങളുടെ പേരിലാണെങ്കിലും അവൻ മാറിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് ഉദ്ദേശിക്കുന്നത്? വ്യത്യസ്തമായ കാലങ്ങളിൽ നിയോഗിതമായ പ്രവാചകന്മാരെ മൊത്തം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സന്ദർഭത്തിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മളോട് പറയുന്നു, ഞാൻ ഈ പ്രവാചകന്മാരോട് മുഴുക്കയും പറഞ്ഞത് യാ അയ്യുഹർ റുസുൽ,
അല്ലയോ പ്രവാചകന്മാരെ, അല്ലയോ ദൂതന്മാരെ എന്ന് വിളിച്ചാൽ, അള്ളാഹു വിളിച്ചാൽ അതിൽ പെടാത്ത ആരാണുള്ളത്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ അവസാനിപ്പിക്കപ്പെട്ട ഈ റിസാലത്തിന്റെ കണ്ണിയിൽ, ചങ്ങലയിൽ കണ്ണി ചേർക്കപ്പെട്ട എല്ലാ പ്രവാചകന്മാരും, നമുക്ക് പേരറിയുന്നവരും പേരറിയാത്തവരുമായ എല്ലാവരും അതിൽ ഉൾപ്പെട്ടില്ലേ? എല്ലാവരും അതിൽ ഉൾപ്പെട്ടില്ലേ? യാ അയ്യുഹർ റസൂൽ, എന്റെ ദൂതുമായി മനുഷ്യരിലേക്ക് ഞാൻ അയച്ച പുണ്യ പ്രവാചകരെ, കുലു മിനത് ത്വയ്യിബാത്ത്, അവരെ എല്ലാവരെയും ഒരുമിച്ച് കിട്ടിയാൽ അള്ളാഹുവിന് പറയാനുള്ള ഏറ്റവും സുപ്രധാനമായ ഒരു കൽപ്പനയാണത്. കുലു മിനത് ത്വയ്യിബാത്ത്, ശുദ്ധമായത് മാത്രമേ നിങ്ങൾ ഭക്ഷിക്കാവൂ. ആലോചിച്ചു നോക്ക്. ഈ പ്രവാചകന്മാരൊക്കെയും ഈ മനുഷ്യകുലത്തിന് നായകരും നേതൃപദവിയിലുള്ളവരും അനുകരണീയമായ ജീവിതത്തിന്റെ മാതൃകകളുമാകേണ്ട ഈ പ്രവാചകന്മാരെ മൊത്തത്തിൽ അഭിസംബോധന ചെയ്ത് അള്ളാഹുവിന് എന്തെങ്കിലും ഒന്ന് മർമ്മപ്രധാനമായി പറയാനുണ്ടെങ്കിൽ അതെന്താണ്? കുലൂ മിനത് ത്വയ്യിബാത്ത്, നിങ്ങൾ ശുദ്ധമായത് ഭക്ഷിക്കണമെന്നാണത്. വഅമലു സ്വാലിഹ, നിങ്ങൾക്ക് യോജിച്ച പണികൾ നിങ്ങൾ ചെയ്യണം എന്നാണത്. രണ്ട് കാര്യങ്ങൾ. കുലൂ മിനത് ത്വയ്യിബാത്ത്, സംശുദ്ധമായത് നിങ്ങൾ ഭക്ഷിക്കണം. വഅമലു സ്വാലിഹ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും അനുയോജ്യമായ എന്തെന്ത് പ്രവർത്തനങ്ങളാണോ ഉള്ളത് അത് നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കണം. ആലോചിച്ച് നോക്കുക. ഞാൻ എങ്ങനെയാണ് ഈ സമൂഹത്തിൽ മറ്റൊരു മനുഷ്യനെ ഉൾക്കൊള്ളേണ്ടത്? എങ്ങനെയാണ് മറ്റു മനുഷ്യർ ഉൾക്കൊള്ളേണ്ടത്? ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ പാലിച്ചാലാണ് ഞാൻ ഈ സമൂഹത്തിന്റെ ഒരു കണ്ണിയായി എല്ലാവരാലും അംഗീകരിക്കപ്പെടുന്ന ഒരാളായി മാറേണ്ടത്? മറ്റൊരു മനുഷ്യനിൽ അവൻ എനിക്ക് സ്വീകാര്യമാകണമെങ്കിൽ മിനിമം ഞാൻ കാണേണ്ട യോഗ്യത എന്താണ്? അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രവാചകന്മാരെ മുഴുക്കയും മുന്നിൽ നിർത്തി നമ്മളോട് പറയുന്നത്. ശുദ്ധമായത് ഭക്ഷിക്കുക. നമ്മൾ ഒരാളെ നമ്മൾ നിരീക്ഷിക്കുകയാണെങ്കിൽ അയാളുടെ മതബോധത്തെ, അതല്ലെങ്കിൽ അയാളുടെ ധർമ്മബോധത്തെ, അയാൾ സമൂഹത്തിൽ ഉൾപ്പെടേണ്ട, സമൂഹത്തിൽ സഹകരിക്കപ്പെടേണ്ട, സമൂഹത്തിൽ അനിവാര്യമായും ഉണ്ടാകേണ്ട ഒരാളാണെന്ന് ഞാൻ സമ്മതിച്ചു കൊടുക്കണമെങ്കിൽ ആദ്യമായി ഞാൻ നോക്കേണ്ടത് അവൻ ഏത് ആരാധനാലയത്തിലേക്കാണ് കടന്നു ചെല്ലുന്നത് എന്നല്ല, അവന്റെ വേഷമെന്ത് എന്നല്ല, അവന്റെ പേരേത് എന്നല്ല. ലക്ഷോപലക്ഷം ഗുരുവര്യന്മാരായി നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരിൽ, പുണ്യാത്മാക്കളിൽ ആരെയാണ് അവൻ ഗുരുവായി സ്വീകരിച്ചിട്ടുള്ളത് എന്നതുമല്ല, മറിച്ച് അവൻ ശുദ്ധമായത് ഭക്ഷിക്കുന്നുണ്ടോ എന്ന് നോക്കണം. അവൻ ശുദ്ധമായത് ഭക്ഷിക്കുന്നുണ്ടോ എന്ന് നോക്കണം. കാരണം ഈ വന്ന പുണ്യപ്രവാചകന്മാർ മുഴുക്കയും ഒരു മൈതാനിയിൽ ഒരുമിച്ച് നിർത്തപ്പെടുകയാണെങ്കിൽ ആ സകല ഗുരുവര്യന്മാരെയും നോക്കിക്കൊണ്ട് അള്ളാഹുവിന്, പ്രപഞ്ചനാഥന് അവരോട് പറയാനുള്ളത് കുലൂ മിനത് ത്വയ്യിബാത്ത് എന്നാണ്. സംശുദ്ധമായത് നിങ്ങൾ ഭക്ഷിക്കണം എന്നാണ്. നാം ഒന്ന് ആലോചിച്ച് നോക്ക്. എത്രയെത്ര അനുഗ്രഹീതമായ അവസ്ഥയാണ് അള്ളാഹു ഈ പ്രപഞ്ചത്തിന് നിർണയിച്ചു തന്നിട്ടുള്ളത്. നാം നടന്നു പോകുന്ന ഇടവഴികളിൽ വരെ അള്ളാഹു അവന്റെ അനുഗ്രഹീതമായ ഭക്ഷണ പദാർത്ഥങ്ങളെ വളരെ സുന്ദരമായി ഒരുക്കി വെച്ചതിനെ ചവിട്ടി മെതിച്ചുകൊണ്ട് കണ്ടില്ലെന്ന് നടിച്ച് നാം നമ്മുടെ അഹങ്കാരം മുഖേന രൂപപ്പെടുത്തിയെടുത്ത ഭക്ഷണ സംസ്കാരത്തെ വളരെ ഉത്തമമായി കൊണ്ടു നടക്കുകയാണ്. അതാണ് ഇന്ന് സമൂഹത്തിൽ ഏറ്റവും പ്രധാനമായ, അതല്ലെങ്കിൽ പരിഗണിക്കപ്പെടേണ്ട സ്ഥാനം ഒരാളിൽ നിർണയിക്കപ്പെടുന്നത് അവൻ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ആ നിറക്കൂട്ടും അതിന്റെ വർണ്ണവും അങ്ങനെ തുടങ്ങി എത്ര മർമ്മപ്രധാനമായ ഒരു കാര്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചോദിക്കുന്നത്. ഓരോ പ്രദേശത്തേക്കും അള്ളാഹുവിന്റെ മാത്രം നിർണിതമായ അധികാരത്തോടുകൂടി
അള്ളാഹുവിന്റെ മാത്രം നിർണയത്തോടുകൂടി പ്രപഞ്ചത്തെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ഭാഗമായി മനുഷ്യനെ വ്യത്യസ്തമായ ദേശങ്ങളിലും വ്യത്യസ്തമായ ശാരീരിക ഘടനയിലും പടച്ചുവിട്ടിട്ട് അവരവർക്ക് ആവശ്യമായ വിഭവങ്ങൾ അവനെ ഒരുക്കി കൊടുക്കാൻ അവൻ തയ്യാറല്ലെങ്കിൽ അവൻ എത്രമേൽ നീതികെട്ടവനാണ്. സുബ്ഹാനല്ലാഹ്. ഒരിക്കലും അവൻ അങ്ങനെയല്ലല്ലോ, ഒരിക്കലും അവൻ അങ്ങനെയല്ല. നിങ്ങൾ നിങ്ങളുടെ ഭക്ഷണത്തെ ശ്രദ്ധിക്കണം. രണ്ടാമത് എന്താ പറഞ്ഞത്? വഅമലൂ സ്വാലിഹ. നിങ്ങൾ എല്ലാവരും ഒരുപോലെയല്ല, ഒരേ കഴിവുകളെല്ലാം ഉള്ളവരല്ല, ഒരേ അഭിരുചികളുള്ളവരല്ല, ഓരോരുത്തരും വ്യത്യസ്തരാണ്. സ്വാലിഹൻ, അവനവന് യോജിച്ചത്, അവനവന്റെ ആത്മാവിന് യോജിച്ചത്, അവനവന്റെ പരിസരത്തിന് യോജിച്ചത്, അവനവന്റെ ധർമ്മബോധത്തിന് യോജിച്ചത്, അവനവൻ സ്വീകരിച്ചിട്ടുള്ള ഗുരുവര്യന്മാരുടെ പാഠങ്ങൾക്ക് യോജിച്ചത് ചെയ്തുകൊണ്ട് നിങ്ങൾ ജീവിക്കണമെങ്കിൽ നിങ്ങളുടെ ഭക്ഷണം ശുദ്ധമായിരിക്കണം എന്ന പാഠം കൂടിയാണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വചനത്തെ സഹാബികളുടെ ഒരു സദസ്സിൽ ഉന്നയിച്ചുകൊണ്ട് പറഞ്ഞു, എന്താണോ പടച്ച തമ്പുരാൻ അവന്റെ പ്രിയങ്കരരായ പ്രവാചകന്മാരോട് കൽപ്പിച്ചിട്ടുള്ളത് അത് തന്നെയാണ് മനുഷ്യരെ നിങ്ങളോടും അവൻ ആവശ്യപ്പെടുന്നത് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, പ്രവാചകന്മാരോട് പറഞ്ഞത് നല്ലത് ഭക്ഷിക്കാനും നല്ലത് ചെയ്യാനുമാണ്. ഇത് തന്നെയാണ് നിങ്ങളോടും പറയുന്നത് എന്ന് അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മനുഷ്യൻ ശുദ്ധനാണോ എന്ന് പരിശോധിക്കപ്പെടുന്നത് ഞാൻ ഈ പറഞ്ഞതുപോലെ അവന്റെ ആരാധനാലയം ഏത് എന്ന് നിർണയിച്ചിട്ടല്ല, അവന്റെ വേഷവിധാനങ്ങൾ ഏത് എന്ന് നിർണയിച്ചിട്ടല്ല, അവന്റെ ആരാധനാ സമ്പ്രദായങ്ങൾ എന്ത് എന്ന് നോക്കിയിട്ടല്ല, മറിച്ച് മനുഷ്യന് ദോഷം ചെയ്യാത്ത, മനുഷ്യന് ഉപദ്രവകരമല്ലാത്ത, മനുഷ്യന്റെ അഹങ്കാരത്തിൽ നിന്ന് ഉത്ഭൂതമായതല്ലാത്ത, അവനിൽ വിനയമുണ്ടാക്കുന്ന, അവനിൽ വിധേയത്വം ഉണ്ടാക്കുന്ന, അവന്റെ ആരോഗ്യത്തെ പോഷിപ്പിക്കുന്ന, മറ്റുള്ളവരുടെ അവകാശങ്ങളെ ഹനിക്കാത്ത വിധത്തിലുള്ള, തനിക്ക് ഹിതകരമായ ശുദ്ധമായ ഭക്ഷണം മാത്രമാണ് അവൻ കഴിക്കുന്നത് എന്ന് നാം ഒരാളിൽ കണ്ടാൽ അവൻ എന്നെപ്പോലെ ചേർത്ത് വെക്കപ്പെടേണ്ട, ഈ പ്രപഞ്ചത്തിന്റെ നാഥനാൽ ആദരിക്കപ്പെടേണ്ട ഒരു വ്യക്തിയായി അവനെ നാം കാണേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, എത്ര മനുഷ്യരെ നിങ്ങൾക്ക് കാണാം മുടി ജട പിടിച്ച് വസ്ത്രം മുഷിഞ്ഞ് അവനങ്ങനെ റബ്ബേ റബ്ബേ എന്ന് വിളിച്ച്, ജഗദീശ്വര എന്ന് വിളിച്ച്, ദൈവത്തിന്റെ അവനറിയാവുന്ന പേരുകളൊക്കെ വിളിച്ച് അവനവന്റെ ആവശ്യങ്ങളെ തേടി നടക്കുകയാണ്. ഈ പ്രപഞ്ച ശക്തി എങ്ങനെയാണ് അവൻ ഉത്തരം നൽകുക? അവന്റെ ഭക്ഷണ രീതി നിഷിദ്ധമായ അവസ്ഥയിലാണുള്ളത്. അവന്റെ വസ്ത്രധാരണവും അന്യരുടെ അവകാശങ്ങളെ മാനിക്കാത്ത വിധത്തിലുള്ളതാണ്. അതുകൊണ്ട് നാം മനുഷ്യരാകാൻ ശ്രമിക്കുക. കേവലമായ ദിനങ്ങളിൽ നമ്മുടെ അന്നപാനീയ വിചാരങ്ങളിൽ നിന്ന് നമുക്ക് മുക്തി നേടി മാറി നിൽക്കാൻ കഴിഞ്ഞു എന്നതല്ല നമ്മുടെ ജീവിതത്തിന്റെ അന്തിമ വിജയത്തെ നിർണയിക്കുന്നത്. മറിച്ച് മനുഷ്യന് ഹിതകരമല്ലാത്ത, മനുഷ്യന്റെ പരസ്പരമുള്ള അവകാശങ്ങളെ ഹനിച്ചു കളയുന്ന രീതിയിൽ നാം കൈവശപ്പെടുത്തുന്ന, അല്ലെങ്കിൽ കൈവശമാക്കാൻ പിശാച് പ്രേരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവിധ സമ്പാദ്യശീലങ്ങളിൽ നിന്നും മാറി നിന്ന്, എല്ലാവിധ ജീവിത മോഹങ്ങളെയും വെടിഞ്ഞ്, എല്ലാവിധ ഭക്ഷണ സംസ്കാരങ്ങളെയും ഒഴിച്ചു നിർത്തി ശുദ്ധമായ, പ്രകൃതിദത്തമായ, പ്രകൃതിപരമായ, അതാത് നാടിന്റെ ആരോഗ്യസ്ഥിതിക്കും കാലാവസ്ഥക്കും അനുയോജ്യമായ ഭക്ഷണ പദാർത്ഥങ്ങളെ കണ്ടെത്തുന്നതിനും അത് പ്രകാശിപ്പിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും അതിനെ വളർത്തിയെടുക്കുന്നതിനും ഈ പ്രപഞ്ചത്തിൽ എവിടെയൊക്കെ അത് നമുക്ക് മുളച്ചു പൊന്തി വരുന്നുണ്ടോ അതിനെയെല്ലാം ആദരവോടെ കണ്ട് കഴിഞ്ഞുപോയ സകല പുണ്യപ്രവാചകന്മാരും ഗുരുക്കളും കൽപ്പിക്കപ്പെട്ടിട്ടുള്ള ആ കൽപ്പനയെ ശിരസ വഹിച്ച് ഈ പ്രപഞ്ചനാഥനെ തൃപ്തിപ്പെടുത്തും വിധം ഒരു ഭക്ഷണ സംസ്കാരം നമ്മളിൽ രൂപപ്പെടേണ്ടതുണ്ട്. അതിന് ജാതിയില്ല, അതിന് മതമില്ല, അതിന് ദേശമോ ഭാഷയോ വേഷവിധാനങ്ങളോ ഞാൻ ഏതേത് തരത്തിലുള്ള ആരാധനാ കർമ്മങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതിനോ ഒന്നും ബന്ധമില്ല. ഈ ശുദ്ധമായ ഭക്ഷണ സംസ്കാരത്തിലേക്ക് നാം വന്നാൽ നമ്മളിൽ വിനയം വരും,
നമ്മളിൽ പരസ്പര സഹകരണ ബോധം വരും, നമ്മളിൽ ആരോഗ്യം നിലനിൽക്കും. രോഗം കൊണ്ടുള്ള ചൂഷണങ്ങളിൽ നിന്ന്, ആ ചൂഷണം കൊണ്ട് നമ്മെ അടിമപ്പെടുത്താൻ ഒരാൾക്കും കഴിയാതെ വരും. അങ്ങനെ വന്നാൽ നമുക്ക് ധാരാളം സമയം ലഭിക്കും. ആ സമയം നമുക്കെല്ലാം അനുയോജ്യമായ പ്രവർത്തനങ്ങളിൽ, എൻ്റെ അഭിരുചിക്ക്, എൻ്റെ ചുറ്റിലുമുള്ള ജനങ്ങൾക്ക് ഉപകരിക്കുന്ന വിധത്തിലുള്ള എൻ്റെ കർമ്മ മേഖലയിൽ ശുദ്ധമായി നല്ല മനസ്സോടെ ഉന്മേഷവാനായി എനിക്ക് രംഗപ്രവേശനം ചെയ്യാൻ കഴിയും. ഇவ்விதമായിരുന്നു പ്രവാചകന്മാർ എന്ന് തിരിച്ചറിഞ്ഞാൽ, ഇவ்விதമായിരുന്നു ഈ ലോകത്തിന് വഴികാട്ടികളായി വന്നിട്ടുള്ള സകല ഗുരുക്കളും എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ മനുഷ്യനൊന്നായി. പിന്നെ അവന്റെ വ്യതിരിക്തതകൾ ഒരിക്കലും വൈരുദ്ധ്യങ്ങളല്ല, വൈവിധ്യങ്ങൾ മാത്രമായിരിക്കും. ഒരുത്തൻ മറ്റൊരുത്തനിൽ നിന്ന് വ്യത്യസ്തമായി നിൽക്കുന്നുണ്ടെങ്കിൽ അതൊരിക്കലും അകന്നു പോകാനുള്ള പ്രചോദനമാകില്ല, അത് പരസ്പരം മടുക്കുവാനുള്ള കാരണങ്ങളായി മാറും. അള്ളാഹു തൊട്ടുടനെ പറഞ്ഞത് അതിലേക്കുള്ള സൂചനയാണ്. ഇന്ന ഹാദിഹി ഉമ്മത്തുക്കും, ഇതാ ഈ കാണുന്നത് എല്ലാ പ്രവാചകന്മാരും അള്ളാഹുവിന്റെ മുന്നിലുണ്ട്. എന്നിട്ട് അവരോട് പറയുന്നു, ഇന്ന ഹാദിഹി ഉമ്മത്തുക്കും, നിങ്ങളിൽ ഓരോരുത്തരുടെയും കീഴിൽ നിർണയിക്കപ്പെട്ട ഈ സമൂഹങ്ങളുണ്ടല്ലോ, ഉമ്മത്തൻ വാഹിദ, അതൊരൊറ്റ സമൂഹമാണ്. വഅന റബ്ബുക്കും, ഞാൻ തന്നെയാണ് നിങ്ങൾക്കൊക്കെയും റബ്ബ്. ഫത്തഖൂൻ, അതുകൊണ്ട് എനിക്ക് തഖ്വ നൽകി, എന്നെ പാലിക്കേണ്ട വിധം, അനുസരിക്കേണ്ട വിധം, പരിഗണിക്കേണ്ട വിധം പരിഗണിച്ച് നിങ്ങൾ എല്ലാവരും ഏത് ഗുരുവിന്റെ കീഴിലാണെങ്കിലും, ഏത് പുണ്യപ്രവാചകന്റെ മാർഗദർശനത്തിന്റെ കീഴിലാണെങ്കിലും നിങ്ങൾ ഒന്നാണെന്ന ബോധത്തെ കൈവിടാതെ നിങ്ങൾക്ക് എൻ്റെ മുന്നിൽ നിൽക്കാനാകുന്നത് എപ്പോഴാണോ അപ്പോൾ മാത്രമാണ് നിങ്ങളുടെ വേഷവിധാനങ്ങൾക്കും നിങ്ങളുടെ ആരാധനാ രീതികൾക്കും എൻ്റെ മുന്നിൽ പ്രസക്തി ഉണ്ടാകുന്നത്. ഇത് കേട്ടിട്ടും മനുഷ്യൻ എന്ത് ചെയ്തു? തഖത്തഉ അംറഹും, അവരുടെ ഈ കാര്യത്തെ, ഈ മിനിമം കാര്യത്തെ പോലും, നല്ലത് ഭക്ഷിക്കുക, നല്ലത് ചെയ്യുക എന്ന പാഠത്തെ പോലും തഖത്തഉ, കഷ്ണങ്ങളാക്കി മാറ്റി. സുബുറ, ഇരുമ്പ് കഷ്ണങ്ങൾ പോലെ. എന്തൊരു ഉപമയാണ്! ഇരുമ്പ് കഷ്ണങ്ങളെ പോലെ പരസ്പരം ചേരാത്ത വിധത്തിലുള്ള, പരസ്പരം അന്യമെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള കഷ്ണങ്ങളാക്കി നിങ്ങൾ മാറ്റിയില്ലേ? തഖത്തഉ അംറഹു ഫകുല്ലു ഹിസ്ബിൻ, എന്നിട്ട് ഓരോ പാർട്ടിയും ബിമാ ലദൈഹിം ഫരിഹൂൻ, തങ്ങളിലുള്ളതിൽ വലിയ സന്തോഷത്തിലാണ്. എന്തൊരു പരിഹാസത്തിലാണ് പ്രപഞ്ചനാഥൻ പറയുന്നത്. അങ്ങനെ കഷ്ണമായി മാറി നിന്നതിൽ സന്തോഷിക്കാൻ ഒരു വകയുമില്ലെന്ന ഉത്തമമായ ഉണർത്തലാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിക്കൊണ്ടിരിക്കുന്നത്. ആയതിനാൽ ഈ റമദാനിന്റെ വിശുദ്ധി അത് മാനവികതയുടെ വിശുദ്ധിയാണ്. ഇന്ന് നമ്മൾ ഇവിടെ ഈ പ്രാർത്ഥനക്ക് ഒരുമിച്ച് ചേർന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പുറത്ത് ഇനിയും അവശേഷിക്കുന്ന ഈ പ്രാർത്ഥനയിൽ നിന്നും പങ്കാളികളായിട്ടില്ലാത്ത ഏതൊക്കെയോ ആളുകളോടുള്ള വേറിട്ട് നിൽപ്പല്ല. ഇന്ന് നാം പ്രതിനിധീകരിച്ചത് ഒരു തീയതിയുടെ പ്രതിനിധാനമാണ്. തീയതിയെ നമുക്കറിയാം, അതിന് ജാതിയില്ല, മതമില്ല, അതിന് ദേശമില്ല, ഭാഷയില്ല. ഈ പ്രപഞ്ചത്തെ ഒന്നാകെ ഒരൊറ്റ തീയതിയിൽ കോർത്തിണക്കിയാലല്ലാതെ തീയതി എന്ന ആശയം തന്നെ പ്രയോജനപ്പെടില്ലാത്ത വിധം ഈ മനുഷ്യർക്ക് അല്ലാഹു അവന്റെ സംവിധാനത്തിലൂടെ തന്നെ നിർണയിച്ചു തന്ന ഒരു തീയതിയുടെ മാത്രം പ്രതിനിധികളാണ് നമ്മൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇന്ന് നോമ്പിനാചരിക്കുന്ന ധാരാളം ആളുകളുണ്ട്. നമ്മുടെ കുടുംബത്തിലും ഒക്കെയുണ്ട്. അങ്ങേയറ്റം ബഹുമാനത്തോടെയും അങ്ങേയറ്റം ആദരവോടെയും കൂടിയായിരിക്കണം അവരുടെ നോമ്പിനെ നാം കാണേണ്ടത്. ഇൻഷാ അല്ലാഹ് അവർ നാളെ പോകുന്ന ഈദ്ഗാഹുകളിൽ, പ്രാർത്ഥനാ സദസ്സുകളിൽ ഒരിക്കലും നാം അതൃപ്തി കാണിക്കരുത്, അവരോട് വിയോജിപ്പ് കാണിക്കരുത്. ഒരിക്കലും അള്ളാഹുവിനെ ധിക്കരിക്കണമെന്ന ബോധ്യത്തിലേ അല്ല അവരതൊന്നും ചെയ്യുന്നത്. അറിവില്ലായ്മ മാത്രമാണ്, അതല്ലെങ്കിൽ യഥാർത്ഥ അറിവ് വന്നെത്താത്തത് കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് തീർച്ചയായും നാം നമ്മുടെ സന്തോഷത്തിലായിരിക്കെ തന്നെ നമ്മുടെ സന്തോഷം മറ്റൊരാളുടെയും ആനന്ദത്തെ കെടുത്തുന്നില്ല എന്ന് നാം നിരന്തരമായി ഉറപ്പാക്കേണ്ടതുണ്ട്. നമുക്ക് നമ്മുടെ കുടുംബങ്ങളെ സന്ദർശിക്കാം,
ഈ പെരുന്നാളിന് അള്ളാഹു നിർണയിച്ചിട്ടുള്ള എല്ലാ നന്മകളിലും നമുക്കാവാം. അപ്പോഴും ഈ സൂക്ഷ്മത നാം പാലിക്കേണ്ടതുണ്ട്. തീർച്ചയായും മനുഷ്യൻ എന്ന നിലയിൽ പരസ്പരം അംഗീകരിക്കുവാനും പരസ്പരം ഉൾക്കൊള്ളുവാനും നമുക്ക് സാധ്യമല്ലാത്ത ഒരു രീതിയിൽ നമ്മുടെ ആരാധനകളോ അള്ളാഹുവുമായുള്ള നമ്മുടെ ബന്ധമോ ഒരിക്കലും മാറിക്കൂടാ. നാം അള്ളാഹുവോട് അടുക്കുന്നുണ്ട് എന്നതിന്റെ തെളിവ് നാം മനുഷ്യനിലേക്ക് കൂടുതൽ അടുക്കുന്നു എന്നതാണ്. അതല്ലാതെ മനുഷ്യനിൽ നിന്ന് അകന്നുകൊണ്ട് അവന്റെ വിഷയങ്ങളിൽ നിന്ന്, അവന്റെ പ്രശ്നങ്ങളിൽ നിന്ന്, അവന്റെ പരിതസ്ഥിതികളിൽ നിന്ന്, അവന്റെ ആവശ്യങ്ങളിൽ നിന്ന് അകന്നുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ കഴിയുമെന്ന് നാം ഒരിക്കലും ധരിക്കരുത്. നമ്മളാലാകും വിധം നമ്മുടെ പരിസരങ്ങളിലേക്ക്, നമ്മുടെ അയൽപ്പക്കങ്ങളിലേക്ക്, അവരുടെ ആവശ്യങ്ങളിലേക്ക്, അവരുടെ പ്രശ്നങ്ങളിലേക്ക്, അവരുടെ വിഷയങ്ങളിലേക്ക്, അവരുടെ സമാധാനത്തിലേക്ക്, അവരുടെ അസമാധാനത്തിലേക്ക്, അവരുടെ സന്തോഷത്തിലേക്ക്, അവരുടെ ദുഃഖത്തിലേക്ക് ഒക്കെ നമുക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയേണ്ടതുണ്ട്. അങ്ങനെ ഇറങ്ങിച്ചെല്ലാൻ കഴിയും വിധം റമദാനിൽ നിന്ന് അള്ളാഹു നമ്മെ തുറന്നു വിട്ടിരിക്കുകയാണ്. പലർക്കും ആയുസ്സിന്റെ ഈ ദൈർഘ്യമില്ലാതെ റമദാനിൽ തന്നെ പിരിഞ്ഞു പോകേണ്ടി വന്നു. നമ്മളെ എന്തിനു ബാക്കി നിർത്തി എന്ന് ചോദിച്ചതിന് ഒരൊറ്റ ഉത്തരമേയുള്ളൂ. ഈ റമദാനിന്റെ പ്രകാശത്തെ, ദിവ്യമായ ഈ ചൈതന്യത്തെ നാം ജീവിക്കുന്ന ചുറ്റുപാടിലേക്ക് പ്രകാശിപ്പിക്കുവാൻ വേണ്ടി മാത്രമാണ് നമുക്ക് വീണ്ടും ആയുസ് നൽകിയിട്ടുള്ളത് എന്ന് നാം തിരിച്ചറിയുക. ആ അനുഗ്രഹത്തിന്റെ പേരിൽ അള്ളാഹുവിനെ ധാരാളമായി തക്ബീർ ചെയ്യുക. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ബഹുമാന്യരായ സഹോദരങ്ങളെ, നമ്മുടെ അതിഥിയായി നമ്മുടെ നാട്ടുകാരനും സഹോദരനുമായ സുകുമാരൻ ഇവിടെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം നമ്മെ വളരെ സന്തോഷപ്പെടുത്തുന്നു. ഈ ഒരു സദസ്സിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന ദിവ്യമായ ചൈതന്യത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും അദ്ദേഹത്തിനു മേൽ വർഷിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നമ്മുടെ ഈ പെരുന്നാൾ ദിനത്തെ നാം പരമാവധി ഇന്ന് ഇവിടെ ചെലവഴിച്ച് നമ്മുടെ ഭക്ഷണം നമുക്കറിയാം ആവും വിധം നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട്. നമ്മളെല്ലാവരും സഹകരിച്ച് അത് കഴിക്കണം. അതോടൊപ്പം തന്നെ ഇവിടെ പല അർത്ഥത്തിലുള്ള കുട്ടികളുണ്ട്, മുതിർന്നവരുണ്ട്, പലരും ഉണ്ട്. ഈ സന്ദർഭത്തെ നമ്മൾ നമ്മുടെ സന്തോഷത്തെ പ്രകാശിപ്പിക്കാനുള്ള ഒരു വേദിയാക്കി മാറ്റണം. ആർക്കെങ്കിലുമൊക്കെ പാട്ട് പാടാൻ തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് പാട്ട് പാടി ബാക്കിയുള്ളവരെ സന്തോഷിപ്പിക്കണം. ആരുടെയെങ്കിലും ഉള്ളിൽ നർമ്മരസമുള്ള, മൂല്യമുള്ള വല്ല കഥകളും ഒളിഞ്ഞിരിപ്പുണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞ് ഒരു 10 മിനിറ്റ് ആ കഥയൊന്ന് പറഞ്ഞ് മറ്റുള്ളവരെ ഒന്ന് ആനന്ദിപ്പിക്കണം. അതല്ല എന്തെങ്കിലും തരത്തിൽ നമുക്ക് എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ചു കൊടുക്കാനുള്ളതൊക്കെ ആണെങ്കിൽ അതൊക്കെ ആകേണ്ട ഒരു വേദി കൂടിയാണ് പെരുന്നാൾ. ഇൻഷാ അല്ലാഹ് സുകുമാരേട്ടൻ്റെ വക നമുക്കൊരു സമ്മാനമുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മുടെ ഈ തീയതിയുടെ ഒരു ഭാഗമായിട്ടാണല്ലോ നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഈ തീയതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സൂര്യ ചന്ദ്ര സംഗതികളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് സുകുമാരൻ സാറ് നമ്മളോട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ സംഘാടന ഗ്രൂപ്പിൽ ഓഫർ ചെയ്യപ്പെട്ടതുപോലെ സ്ത്രീകളുടെ ഭാഗത്തും പുരുഷന്മാരുടെ ഭാഗത്തും അക്യൂപങ്ക്ചറിൻ്റെ കൺസൾട്ടിങ് സൗജന്യമായി ലഭിക്കുന്നതാണ്. പിന്നെ അതുപോലെയുള്ള എന്തും ആർക്കും ഇനിയും ഞാൻ ഇന്നത് ചെയ്യാം, ഞാൻ ഇന്നത് ചെയ്യട്ടെ എന്നൊക്കെ ചോദിച്ച് വരാവുന്നതാണ്. അതിനൊന്നും ഒരു തടസ്സവുമില്ല. നമ്മുടെ സന്തോഷമാണ്. ഈ ഖുതുബ കഴിഞ്ഞാൽ നാം ചേർത്ത് പിടിക്കുന്ന നമ്മുടെ ആലിംഗനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ നിന്നുള്ളതാണ്. ആരും ആരെയും കാണിക്കാനുള്ളതല്ല. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നമ്മെപ്പോലെയുള്ള ആദരിക്കപ്പെട്ട ഒരു മനുഷ്യനെ എൻ്റെ നെഞ്ചകത്തോട് എത്രമേൽ എനിക്ക് ചേർത്ത് പിടിക്കാൻ ഞാൻ വിനയപ്പെട്ടിരിക്കുന്നു എന്നാണ് ആ ചേർത്ത് പിടിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ അറിയേണ്ടത്, അനുഭവിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചെറുതും വലുതുമായ നമ്മുടെ എല്ലാ അനക്കങ്ങളെയും അടക്കങ്ങളെയും സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളെയും അവൻ ശുദ്ധമാക്കുമാറാകട്ടെ. തെറ്റായ കപടമായ ഉൾവിചാരങ്ങളിൽ നിന്ന് നമ്മുടെ ഹൃദയത്തിന് അല്ലാഹു ശുദ്ധി നൽകുമാറാകട്ടെ. ഈ തീയതിയുടെ പ്രാധാന്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് ഈ കർമ്മത്തിന് സാക്ഷ്യം വഹിക്കാൻ നമ്മളിവിടെ ഒത്തുചേർന്നതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ.
ഈ ഒരു ചൈതന്യത്തെ, മാനവതയെ ഒന്നായി കാണാൻ അള്ളാഹു സംവിധാനിച്ചിട്ടുള്ള ഈ തീയതി സമ്പ്രദായത്തിന്റെ പ്രകാശത്തെ, ചൈതന്യത്തെ മനസ്സിലാക്കാൻ കഴിയാതെ ധാരാളം സഹോദരങ്ങൾ ഇനിയും നമുക്ക് പുറത്തുണ്ട്. അവരിലേക്കെല്ലാം ഈ അറിവിന്റെ നിറവ്, ചൈതന്യം എത്തിച്ചു കൊടുക്കുവാനുള്ള പരിശ്രമങ്ങളിൽ നമുക്കെല്ലാം അള്ളാഹു ഏർപ്പെടാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ബന്ധുമിത്രാദികളും കുടുംബങ്ങളും നമ്മുടെ കൂട്ടുകാരും സുഹൃത്തുക്കളും ഒക്കെയായി പലരുമുണ്ട്. റഹ്മാനായ അള്ളാഹുവിന്റെ ഉത്തരവാദിത്തത്തിലും സന്നിധാനത്തിലുമാണ് അവരിപ്പോൾ ഉള്ളത്. അവരുടെ അവസ്ഥകൾ നമുക്കറിയില്ല. ജീവിതത്തിൽ ഒരുപാട് നന്മകൾ അവശേഷിപ്പിച്ചവർ അവരിലുണ്ട്. റബ്ബേ, അവരുടെ ജീവിതത്തിൽ അവർ ചെയ്ത എല്ലാ നന്മകളെയും നീ സ്വീകരിച്ച് ആദരിച്ച് അവരെ കബൂൽ ചെയ്യണേ അല്ലാഹ്. ആ നന്മകളെ നീ യഥാവിധം വർദ്ധിപ്പിച്ച് വികസിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്. അവരിൽ നിന്ന് എന്തെങ്കിലും തരത്തിൽ നിന്റെ അനിഷ്ടത്തിന് കാരണമായ പ്രവർത്തനങ്ങൾ അവരുടെ ജീവിത സന്ദർഭങ്ങളിൽ ഉണ്ടായി പോയിട്ടുണ്ട് എങ്കിൽ അവരുടെ രേഖകളിൽ നിന്ന് പൂർണ്ണമായും നീ അത് മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. അവർക്ക് വേണ്ടി ശുപാർശകരായി ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഈ പ്രാർത്ഥനയെ പരിഗണിച്ചുകൊണ്ട് അവരുടെ രേഖകളിൽ നിന്ന് അതെല്ലാം മായ്ച്ചു കളയുകയും പകരം അവരെ സുഖത്തിന്റെ, സന്തോഷത്തിന്റെ, ആനന്ദത്തിന്റെ അനുഭവങ്ങൾ അവർക്ക് നൽകി അവരെ നീ സ്വീകരിക്കണേ അല്ലാഹ്. അവരെല്ലാം വന്നു ചേർന്നിട്ടുള്ള ആ ഇടത്തിലേക്ക്, നിന്റെ സന്നിധാനത്തിലേക്ക്, ജീവിതത്തിന്റെ നീ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം പൂർത്തീകരിച്ച് തൃപ്തികരമായി വന്നു ചേരാൻ, അണയാൻ പുണ്യപ്രവാചകന്മാരോടൊപ്പം, രക്തസാക്ഷികളോടൊപ്പം, സച്ചരിതരായ നിന്റെ ദാസന്മാരോടൊപ്പം വന്നു ചേരാൻ ഞങ്ങൾക്കും നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ മരണത്തെ നീ മധുരമുള്ളതാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മരണത്തെ, നിന്നെ കാണുവാനുള്ള സന്ദർഭത്തെ നീ മധുരമുള്ളതാക്കണേ അല്ലാഹ്. ഈ ലോകത്തിന്റെ ഒരു മായാ കാഴ്ചയും കണ്ട് മയങ്ങി ഇവിടെ തന്നെ തുടരാനുള്ള അധമ ബോധത്തിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്. അള്ളാഹുവേ, നീ തന്നിട്ടുള്ള ശേഷികൾ, നീ തന്നിട്ടുള്ള വിഭവങ്ങൾ നിന്നിലേക്ക് തന്നെ അടുക്കാനുള്ള മാർഗമായി അനുഭവിക്കാനും അതെല്ലാം ആ രീതിയിൽ നീ ഇഷ്ടപ്പെടുന്ന വിധത്തിൽ ഞങ്ങളുടെ കഴിവുകളാണെങ്കിലും സമ്പത്താണെങ്കിലും ബുദ്ധിയാണെങ്കിലും വിവേകമാണെങ്കിലും നീ ഇഷ്ടപ്പെടുന്ന വിധത്തിൽ വിനിയോഗിച്ച് നിന്റെ തൃപ്തി കരസ്ഥമാക്കി നിന്നിലേക്ക് തിരിച്ചു വരാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم ربنا تقبل منا حسناتنا وتجاوز عنا سيئاتنا وتوفنا مسلمين وألحقنا بالصالحين. اللهم آت أنفسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها يا رب العالمين. اللهم اغفر أموات المسلمين، اللهم اغفر لهم وارحمهم وعافهم واعف عنهم وأكرم نزلهم ووسع مدخلهم واغسلهم بالماء والثلج والبرد. اللهم انصر المسلمين المجاهدين في كل مكان. اللهم انصر المسلمين المظلومين في فلسطين. اللهم انصر المسلمين المضاعفين المظلومين في فلسطين. اللهم انصرهم يا عزيز. اللهم انصرهم يا قهار. اللهم انصرهم يا جبار. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وآخر دعوانا أن الحمد لله رب العالمين.